അതിരാവിലെ എഴുന്നേറ്റ സമയത്ത് തന്നെ സാധനങ്ങളെല്ലാം തീർന്നിരുന്നു. അപ്പൊ തന്നെ കടയിൽ പോകണമെന്ന് വിചാരിച്ച് അലമാരിലേക്ക് ഡ്രസ്സ് നോക്കിയ സമയത്തായിരുന്നു. സാധാരണ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. പണ്ട് വീട്ടിലിടാൻ ഏട്ടൻ വാങ്ങിച്ചുകൊണ്ടുവന്ന വെസ്റ്റേൺ സ്റ്റൈലിലുള്ള മോഡേൺ ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എങ്ങനെ പോകണമെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം നാട്ടുപുറത്തെ കവലയാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ചെന്നിട്ട് ഇത് വെസ്റ്റേൺ ഇട്ടുകൊണ്ട് പോയി അവരുടെ മുന്നിൽ നിൽക്കാൻ വളരെ മടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഒരു സമയത്ത് ഇങ്ങനെ നിന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ വീട്ടിലെ സാധനങ്ങളെല്ലാം തീർന്നതുകൊണ്ട് തന്നെ കറിയും കാര്യങ്ങളൊന്നും വെക്കാൻ ഒന്നുമില്ലായിരുന്നു. ഇനി അരി വാങ്ങിക്കണം, പിന്നെ പച്ചക്കറികളും കാര്യങ്ങളും എല്ലാം വാങ്ങിക്കണം. ഇതെല്ലാം പെൻഡിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഒടുവിൽ ഒരു നിവൃത്തിയില്ലാതായത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ അലമാര തുറന്നു. അലമാര തുറന്ന സമയത്ത് തന്നെ കിട്ടിയത് ഈ ഒരു സാധനമായിരുന്നു. അതെടുത്തങ്ങ് ഇട്ട് കഴിഞ്ഞിട്ട് ഇനി എന്താണെന്ന് വെച്ചാൽ വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആദ്യം നിന്നത് നമ്മുടെ അയലത്തെ വീട്ടിലെ സുമതിയൊക്കെ ആയിരുന്നു. അവർ കണ്ട സമയത്ത് ഒന്ന് മൂക്കത്ത് വിരൽ വെച്ചു. ചേട്ടാ, ഇതെന്താണ് ഇങ്ങനെയൊക്കെയുണ്ടോ പെണ്ണുങ്ങള് എന്നുള്ളൊരു മട്ടും ഭാവമായിരുന്നു സുമതിയൊക്കെയുടെ മൈൻഡില്. അതൊന്നും ഞാൻ കാര്യമാക്കില്ല. ഞാൻ നേരെ നടന്ന് ഏറ്റവും അവസാനം പലചരക്കട ചെന്ന സമയത്ത് ഒരുപാട് പേരിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. നാട്ടുപുറത്തെ കവലയായതുകൊണ്ട് തന്നെ അവിടെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പൊ തന്നെ അതിൽ ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്, എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട്. അതായിരുന്നു ഡ്രൈവർ വിഭീഷ്. കാണുന്നുണ്ടെങ്കിൽ ആളുകളെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നൊരു സ്വഭാവമുണ്ട്. കുഞ്ഞുനാളിലെ മൊട്ട ആ ഒരു സമയത്തും എപ്പോഴും ഞാൻ ഇയാളെ കാണുമായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്തും എപ്പം പോയി കഴിഞ്ഞാലും ഇയാളൊരു സിഗരറ്റും വലിച്ച് കവലിലെ ആ ജംഗ്ഷനിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാം. ഇപ്പോൾ ഞാൻ വലിയ പെണ്ണായില്ലേ, ഏകദേശം 10-30 വയസ്സ് പ്രായമുണ്ട്. എന്നിട്ടും ഇങ്ങനെയൊക്കെ നോക്കാൻ പാടുണ്ടോ, ഞാനൊരു പെൺകുട്ടിയല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. ആ സമയത്തായിരുന്നു അടുത്തു നിന്ന പെണ്ണുങ്ങള് പരസ്പരം ഇങ്ങനെ പറയാൻ തുടങ്ങി, ദേ ആ പെണ്ണിനെ കണ്ടോ, എന്താ അവളുടെ പവറ് എന്നൊക്കെയുള്ളൊരു സംസാരം കാര്യങ്ങളൊക്കെ. അപ്പൊ തന്നെ ഞാനൊന്നും വിചാരിച്ചില്ല. ഞാൻ വലിയ രീതിയിൽ ഇങ്ങനെ നിന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിലും വീട്ടിൽ ദാരിദ്ര്യമാണെങ്കിലും പുറത്തത് കാണിക്കാൻ പാടില്ലല്ലോ എന്നുള്ള രീതിയിൽ വലിയ കാശുകാരിയാണെന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാനും അങ്ങനെ വലിയൊരു ഗമയിൽ നിന്ന്. അപ്പോഴും ആ ഡ്രൈവർ വിപിൻ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും അയാളെ നോക്കി ചിരിച്ചു. കാരണം ആ സമയത്ത് അവർക്കിടയിൽ അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നോട് കുറച്ച് കരുണയായിട്ട് ആ ഒരു രീതിയിൽ കാണിച്ചത്. കാരണം നോട്ടം കൊണ്ടായാലും ശരി തന്നെ, എന്തുകൊണ്ടാണെങ്കിലും ആൾക്ക് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും ഒരു ചിരി പാസ്സാക്കി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴായിരുന്നു എനിക്ക് തോന്നിയത്, ചേട്ടാ ഒന്ന് വേഗമാട്ടെ, അവിടെ ചെന്നിട്ട് വേണം കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കാൻ എന്ന് ഞാൻ പലചരക്കുകാരൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആൾ പതുക്കെ ആ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. അങ്ങനെ ആ സാധനം എല്ലാം എടുത്തു വെച്ച സമയത്ത് പലചരക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അതെ, ഇവിടെ സാധനം എടുത്തതിന് ബാക്കിയൊന്നും തരാനില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു മുട്ടായി തന്നു കഴിഞ്ഞാൽ അത് മതിയോ ചില്ലറയായിട്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഏത് മുട്ടായി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഏതായാലും കുഴപ്പമില്ല. പെട്ടെന്ന് അടുത്തുനിന്ന് ഡ്രൈവർ പെട്ടെന്ന് അയാളുടെ അടുത്ത് പറഞ്ഞു, അവക്ക് ഒരു തേൻമുട്ടായി കൊടുത്തരേ, ഒരു 4 കൊടുക്ക് എന്ന് അയാൾ പറയുന്ന സമയത്ത് പലചരക്കാരൻ അതെടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നു. ഞാൻ പറഞ്ഞു, ബാക്കിയുള്ള മുട്ടായി മതി, എല്ലാം കൂടെ വേണ്ട, അത് കുഴപ്പമില്ല, നീ വെച്ചോളൂ എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു. അയാളും പറഞ്ഞു, വെച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. പെട്ടെന്ന് പകുതി വഴി എത്തിയ സമയത്ത് തന്നെ അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും എൻ്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. സാധനങ്ങളെല്ലാം കിട്ടിയോടി എന്നൊരു ചോദ്യം. ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എല്ലാം കിട്ടി. ഇന്നെന്താ പരിപാടിയൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, വീട്ടിൽ ആരുമില്ല, പിന്നെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കണം, അത്രയേ ഉള്ളൂ.
"ഉം, അത്രയൊക്കെ ഉള്ളൂ. ഞാനും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്." ഞാൻ പറഞ്ഞു, "അങ്ങോട്ടോ? എന്തിന്?" എന്ന് പറയുമ്പോൾ ആള് പറഞ്ഞു, "എനിക്കെന്താ, നിന്റെ കൂടെ വന്നൂടെ?" എന്ന് ചോദിച്ച് ആളെൻ്റെ പിന്നാലെ വന്നു. "അതെ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി. നിങ്ങളൊന്ന് പോയിക്കേ, എൻ്റെ കൂടെ ഇങ്ങനെ വരണ്ട." എന്ന് പറയുമ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, "ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് വിചാരിച്ചോട്ടടി പെണ്ണേ. നീ എൻ്റെ കൂടെ വന്നില്ലേ, അങ്ങനെ വന്നോടെ." എന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ട സമയത്ത് എനിക്ക് എന്തോ ടെൻഷനായി. ആള് ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എന്നിട്ടും അയാൾ എൻ്റെ കൂടെ തന്നെ വരികയായിരുന്നു. ഞാൻ പറഞ്ഞു, "എനിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ എൻ്റെ കൂടെ ഇങ്ങനെ വരുന്നത്." എന്ന് പറയുമ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, "നീ അങ്ങോട്ട് നടക്കടി പെണ്ണേ." അങ്ങോട്ട് പറയാറായിട്ടുണ്ട് എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നിയ സമയത്ത് അങ്ങനെ ഞാനും അയാളും വീട്ടിലെത്തി. എൻ്റെ വീട്ടിൽ അവിടെ ആരുമില്ലായിരുന്നു. പിന്നെ ആരും, അമ്മയും അച്ഛനും ആരുമില്ല. അയാൾ അവിടേക്ക് വന്നു. അവിടെ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് അയാൾ അകത്തേക്ക് കയറിയിരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, "നീ ഒരു ഇച്ചിരി വെള്ളവും ഗ്ലാസ്സും ഇങ്ങെടുത്തേ, ഒരു കാര്യത്തിന് ചെറിയൊരു സൂത്രം കാണിച്ചു തരാം." എന്ന് പറഞ്ഞു. ഞാനത് കേട്ടപ്പോൾ, "അയ്യോ, ഇവിടെയൊന്നും മദ്യപിക്കാനൊന്നും പാടില്ല. അതൊന്നും വീട്ടിലാരെങ്കിലും അറിഞ്ഞാൽ അതൊക്കെ പ്രശ്നമാണ്." എന്ന് പറയുമ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, "നീ ഇങ്ങോട്ട് എടുത്തോണ്ട് വാടി പെണ്ണേ." എന്ന് പറയുമ്പോൾ ഞാനത് കേട്ടു. ശേഷം ഞാൻ അവിടെ ചെന്നിട്ട് സാധനം എടുത്തുകൊണ്ട് വന്നു. ഇതിനി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രശ്നമാവുമോ എന്നൊക്കെയുള്ള ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാനതവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് ആള് കയ്യിലുണ്ടായിരുന്നൊരു കുപ്പി എടുത്ത് വെച്ചു. അത് വൈനായിരുന്നു, നല്ല മുന്തിരി വൈൻ. പെട്ടെന്ന് എന്നെ കാണിച്ചിട്ട് അയാൾ പറഞ്ഞു, "നല്ല മുന്തിരിക്കള്ളുണ്ടൊക്കെ പെണ്ണേ, നീ അങ്ങോട്ട് കുടിച്ചേ, നല്ല സാധനമാണ്, സ്വയംഭ സാധനം." എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, പണ്ട് +2 പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. ആള് ക്രിസ്ത്യാനിയായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്മെല്ല് കേട്ടപ്പോൾ എനിക്ക് നന്നായിട്ട് തലപരുത്തുന്നു. പക്ഷേ അവളൊരു ഗ്ലാസ് എടുത്തൊഴിച്ചിട്ട് ഇച്ചിരി സ്പൂൺ എടുത്ത് തന്നപ്പോഴത്തേക്ക് എനിക്കത് നന്നായിട്ട് എഫക്റ്റ് ചെയ്തു. നല്ല മധുരവും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പം തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വൈൻ കുടിക്കണം എന്നുള്ളത്. അന്നേരം തന്നെ ഞാൻ അയാളുടെ പറഞ്ഞു, "എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് വൈൻ. പക്ഷേ ഇപ്പം ഇത് കുടിച്ചാൽ തലയ്ക്ക് കിക്കാവുമെന്ന് എനിക്കറിയില്ല." എന്ന് ഞാൻ അയാളോട് പറയുമ്പോൾ, "നീ ഒന്ന് കുടിക്കടി പെണ്ണേ." എന്ന് പറഞ്ഞിട്ട് അയാൾ എനിക്ക് ഒഴിച്ചു തന്നു. ഞാൻ ആ സമയത്ത് കുടിക്കുകയും പെട്ടെന്ന് എന്താണെന്നറിയില്ല എനിക്ക് നല്ലപോലെ തല പെരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, "എനിക്ക് തല വേദനിക്കുന്നു കേട്ടോ." എന്ന് പറയുമ്പോൾ, "ഇതൊക്കെ ആദ്യമായിട്ടാണ്." എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, "ഇതൊന്നും ആദ്യമായിട്ടല്ല, എനിക്കിതൊക്കെ ഉണ്ടായിട്ടുണ്ട്." എന്ന് പറഞ്ഞ് ആളെ ഒന്ന് ഇതാക്കി. പെട്ടെന്ന് ഞാനത് പറയുന്ന സമയത്തിന് ആള് പറഞ്ഞു, "അമ്പടി കള്ളേ." എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒഴിച്ചൊന്ന് എനിക്ക് തന്നു. ഞാൻ വീണ്ടും ഒന്നുകൂടെ കുടിച്ചു. "നല്ല മോന്തലാണല്ലോ നിനക്ക്." എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, "ആ, അങ്ങനെ. നീ പാള് നല്ല സുന്ദരിയായിട്ടുണ്ട്. നേരത്തെ പോലെ അങ്ങനെ ഉണങ്ങിക്കൊണങ്ങിയൊന്നുമല്ല. ഇപ്പം കണ്ടു കഴിഞ്ഞാൽ നല്ല സുന്ദരിയും നല്ല ആ ഒരു മൊഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. പെണ്ണിൻ്റെ മൊഞ്ച് കണ്ടാൽ ആർക്കാലും ഇഷ്ടം തോന്നും." എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, "അയ്യേ, ഇങ്ങനെയൊക്കെ പറയാവോ? അതെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിനെന്താ കുഴപ്പം?" എന്ന് പറഞ്ഞ് എൻ്റെ കവളത്തിരുന്നുള്ളിൽ. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, "ഇതൊന്നും ശരിയില്ല കേട്ടോ, ഇങ്ങനെ ആരുമില്ലാത്ത സമയത്ത് വീട്ടിൽ കയറി വന്നിട്ട് ഇങ്ങനെയൊക്കെ തോന്നിയ ദിവസം കാണിക്കുന്നത്." എന്ന് പറയുമ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, "നീ ഒന്ന് അടങ്ങടി പിന്നെ, നീ ഇങ്ങനെ വരാല് ചാടുന്ന പോലെ ഇങ്ങനെ ചാടണ്ട, നീ ഒന്ന് അടങ്ങിയിരിക്കേ." ഞാൻ പറഞ്ഞു, "നിങ്ങൾക്ക് കഴിക്കാൻ വല്ലതും വേണോ, ഞാൻ എടുക്കണോ?" എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു, "പെട്ടെന്ന് തടി നിനക്കൊരു സ്നേഹം." എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, "വീട്ടിൽ വന്ന് കയറിയ ഒരാളോട് ഞാനിങ്ങനെയൊക്കെ പറയണ്ടല്ലാതെ പിന്നെ എന്താണ് പറയേണ്ടത്?" എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, "ഞാൻ എടുത്തിട്ട് വരാം, നല്ല അപ്പവും കള്ളുകറിയുണ്ട്." എന്ന് പറഞ്ഞു. "എന്ത് കള്ളുകറിയോ? സോറി, ബീഫ് കറിയുണ്ട്." എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആൾ പറഞ്ഞു, "എടുത്തിട്ട് വാങ്ങണമെങ്കിൽ."
അങ്ങനെ ഞാൻ എടുത്തുണ്ടാക്കി കൊടുത്തു. കൊടുത്ത സമയത്ത് ആളെ പറഞ്ഞു, ഇതും വൈനുമായിട്ടടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അല്ലടി പെണ്ണേ. ഉവ്വ ഉവ്വ, എനിക്ക് മനസ്സിലായി, നിങ്ങളൊരു കള്ളുപൊടിയനാണ് എന്ന് പറയുമ്പോൾ ആള് പറഞ്ഞു, നീ ഒന്ന് അടങ്ങിൻ്റെ പെണ്ണേ എന്ന് പറഞ്ഞിട്ട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇതൊന്നോട് മോന്തിയേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മതി എന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്നു. അങ്ങനെ ഞങ്ങളുടെ സംസാരങ്ങളുടെ ഇടയിൽ എന്തൊക്കെയോ കയറി വന്നു. അപ്പം തന്നെ ആള് പറഞ്ഞു, ഞാൻ ഇറങ്ങട്ടടി വന്നേ, കുറേ സമയമില്ലേ ഇവിടെ വന്ന്, നിനക്ക് വെറുതെ പേർദോഷമാക്കണ്ട എന്ന് പറഞ്ഞ് പോകുമ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പോകണ്ട, കുറച്ച് നേരം ഇരിക്കും, എനിക്കൊരു കമ്പനി ആവല്ലോ എന്ന് പറഞ്ഞു. നിനക്കപ്പം എന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു തട്ടുന്നു. ഞാൻ പറഞ്ഞു, ഒന്ന് അടങ്ങണ്ടേ ബ്രാ. അങ്ങനെ ഞങ്ങളുടെ ലൈഫ് ആദ്യം ഒരു തമാശ എന്ന പോലെ തുടങ്ങി, പക്ഷേ അതുപോലെ ആയിരുന്നില്ല. പിന്നീട് പല ദിവസങ്ങളിലും ഞങ്ങൾ തമ്മിൽ കാണും. അങ്ങനെ ഒരു ദിവസം രാത്രിയായപ്പോൾ ആള് വീട്ടിൻ്റെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് ജനാലക്കടിയിൽ നിന്ന് എന്നെ ഇങ്ങനെ വിളിച്ചു, എടി ഒന്ന് പുറത്തോട്ട് വന്നേ. ഞാൻ പറഞ്ഞു, ആരെങ്കിലും കാണും, അടങ്ങിയിരിക്കേ എന്ന് പറയുമ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ലേ ഞാൻ അങ്ങോട്ട് കയറി വരുവേ. അപ്പോൾ ഞാൻ പറയും, നീ വിളിച്ചിട്ട് വന്നതാണെന്ന് എന്ന് പറയുമ്പോൾ, അയ്യോ അയ്യോ വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങി ചെന്നു. അവിടെ ചെന്ന സമയത്ത്, എന്താ ഇങ്ങോട്ട് വന്നേ എന്ന് ഞാൻ ചോദിച്ചു. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ കാണാൻ വന്നയാ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊന്നും ശരിയല്ല കേട്ടോ. പിന്നെ ശരിയും തെറ്റുമൊക്കെ നോക്കിയിട്ടല്ലേ ആൾക്കാർ വരുന്നത്, ഞാൻ അടങ്ങിയിരിക്കേണ്ട പെണ്ണേ. പിന്നെ നിനക്ക് ഞാൻ കുറേ സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കുറേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് എനിക്ക് തന്നു. നാളെ ഞാൻ വരുമ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നിൽക്കണം കേട്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടനെ അപ്ലോഡ് ചെയ്യും. അപ്പം എല്ലാവരും കഥ കേൾക്കുക, അടുത്ത ഭാഗത്തിനായി വെയിറ്റ് ചെയ്യുക.